ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് us സ്റ്റാർട്ട് അവർ ക്ലാസ്. നമുക്ക് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം സബ്ജക്റ്റിനും പ്രെഡിക്കേറ്റിനെ കുറിച്ചാണ്. ഒരു വാചകത്തിലെ രണ്ട് പാർട്ടാണ് ഉള്ളത്, സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും. ഒരു വാചകം എഴുതുമ്പോൾ നമ്മൾ അതിൽ ആദ്യം ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെ കുറിച്ചോ പറയും, അതാണ് സബ്ജക്റ്റ്. ആ വ്യക്തിയെക്കുറിച്ചോ ആ സാധനത്തിനെയോ കുറിച്ചോ വിവരിച്ച് പറയുന്ന കാര്യം പ്രെഡിക്കേറ്റ് പാർട്ടാണ്. അപ്പോൾ ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ സബ്ജക്റ്റായിട്ടും അവയെക്കുറിച്ച് പറയുന്ന കാര്യം പ്രെഡിക്കേറ്റ് ആയിട്ടും, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തി പ്രെഡിക്കേറ്റ് ആയിട്ടും പറയും. ഈ പ്രെഡിക്കേറ്റിൽ പ്രധാന ഭാഗം ക്രിയയാണ്. ക്രിയ എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണക്രിയ ആയിരിക്കണം. പൂർണ്ണക്രിയ എന്ന് പറഞ്ഞാൽ ഫിനിറ്റ് വെർബ്. ഫിനിറ്റ് വെർബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സബ്ജക്റ്റിനോ ടെൻസിനോ അനുസരിച്ച് മാറുന്ന ക്രിയകളെ ഫിനിറ്റ് വെർബ് എന്നും മാറാത്ത ക്രിയകളെ നോൺ ഫിനിറ്റീവ് എന്നും പറയും. ഫിനിറ്റ് എന്നും നോൺ ഫിനിറ്റ് എന്നും. അപ്പോൾ ഏതാ ഫിനിറ്റ് വെർബ്? ഒരു വാചകത്തിലെ സബ്ജക്റ്റോ ടെൻസോ മാറുമ്പോൾ മാറുന്ന ക്രിയാരൂപങ്ങളെ പൂർണ്ണക്രിയകളെന്നും ഫിനിറ്റ് വെർബ് എന്നും മാറാത്ത ക്രിയാരൂപങ്ങളെ നോൺ ഫിനിറ്റ് അല്ലെങ്കിൽ അപൂർണ ക്രിയകളെന്നും പറയും. അപ്പോൾ എന്താ പൂർണ്ണക്രിയ? ടെൻസും സബ്ജക്റ്റും മാറുമ്പോൾ മാറുന്ന ക്രിയകളാണ് പൂർണ്ണക്രിയ. ഒരു പ്രെഡിക്കേറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണക്രിയ എന്തായാലും ഉണ്ടാവണം. പൂർണ്ണക്രിയ ഉണ്ടായാൽ എന്താ ഗുണം? അതിൽ നമുക്ക് പൂർണ്ണക്രിയ നോക്കിയിട്ടേ നമുക്ക് ടെൻസ് പറയാൻ പറ്റുള്ളൂ. അതായത് ടെൻസ് പറയുന്ന ക്രിയകളാണ് പൂർണ്ണക്രിയ. ടെൻസ് പറയുന്ന ക്രിയ പൂർണ്ണക്രിയ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റോ ടെൻസോ മാറുമ്പോൾ അത് മാറും. ഒന്നുകിൽ സബ്ജക്റ്റോ ടെൻസോ മാറുമ്പോൾ മാറുന്ന ക്രിയാരൂപങ്ങളെ പൂർണ്ണക്രിയ എന്നും മാറാത്തവരെ അപൂർണക്രിയ നോൺ ഫിനിറ്റ് വെർബ് എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ 20 ടെൻസ് പഠിച്ചു. അപ്പോൾ 20 ടെൻസിൽ ഒരു വാചകം എഴുതുമ്പോൾ അതിലെ പ്രെഡിക്കേറ്റ് പാർട്ട് അല്ലെങ്കിൽ വെർബ് പാർട്ട് നോക്കിയാൽ അതിലെ വെർബിനെ നോക്കിയാൽ ഏത് ടെൻസ് ആണെന്ന് പറയാൻ കഴിയും. അത് പറയാൻ കഴിഞ്ഞാലേ നമുക്ക് വാചകത്തിലേക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കഴിഞ്ഞൊരു 3, 4, 5 ക്ലാസ്സുകളിലായിട്ട് ഞാൻ ടെൻസ് പറഞ്ഞു, അതിൻ്റെ പാസീവ് വോയിസ് പറഞ്ഞു. പാസീവ് വോയിസിലും ആക്റ്റീവ് വോയിസിലുള്ള ടെൻസസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 20 ടെൻസ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നല്ല പോലെ ആ വാചകങ്ങൾ നോക്കണം. എന്നാലേ ഇനി സബ്ജക്റ്റ് പാർട്ട് ഏതാണ് പ്രെഡിക്കേറ്റ് പാർട്ട് ഏതാണെന്ന് പറയാൻ പറ്റുള്ളൂ. മറക്കരുത്, വാചകങ്ങൾ ശ്രദ്ധിക്കുക. 20 ടെൻസ് പാസീവും ആക്റ്റീവും പഠിച്ചിട്ടുണ്ട്. അതിൽ വെർബ് ഭാഗത്തിൽ നോക്കുക. നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ആകുമ്പോൾ ബേസ് ഫോം അല്ലെങ്കിൽ എസ് ഫോം, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈസ് AMR + ING. ഇതുപോലെ ഓരോ ടെൻസും കണ്ടാൽ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞാലേ സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും വേർതിരിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും തിരിച്ചറിഞ്ഞിട്ട് ഒരു വാചകത്തിൽ സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും തിരിച്ചറിയാം. സാധാരണ സബ്ജക്റ്റ് പാർട്ട് വാചകത്തിൻ്റെ ആരംഭത്തിലാണ് ഉണ്ടാവാറ്. അപൂർവം അവസരങ്ങളിൽ അവസാന ഭാഗത്തും വരും. അപൂർവ അവസരങ്ങൾ അവസാന ഭാഗത്ത് വരുന്നത് ആശ്ചര്യവാചകങ്ങളിൽ മാത്രമാണ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ മാത്രമാണ് സബ്ജക്റ്റ് അവസാന ഭാഗത്ത് വരിക. പലപ്പോഴും സബ്ജക്റ്റ് ഉണ്ടാവാറില്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കാറാണ് പതിവ്. ഇപ്പോൾ വാചകങ്ങൾ പൊതുവെ ഞാൻ നിങ്ങളോട് പറഞ്ഞു 8 തരമാണെന്ന് പറഞ്ഞു. ഒരു വാചകത്തിൽ അടങ്ങിയിരിക്കുന്ന പദങ്ങളുടെ ക്രമവും സ്വഭാവവും അർത്ഥവും അനുസരിച്ച് അക്കോർഡിംഗ് ടു ദ നേച്ചർ, ഫംഗ്ഷൻ ആൻഡ് ഓർഡർ ഓഫ് ദ വേർഡ്സ് ഇൻ എ സെൻറ്റൻസ്, sentences can be classified into 4. They are assertive, imperative, exclamatory and interrogative. Interrogative sentences are of 2 types: wayward question, yes or no question. I have already told you. ഇനി വാചകത്തിൽ അടങ്ങിയിരിക്കുന്ന ക്ലോസുകളുടെ ഘടനയും സ്വഭാവവും അനുസരിച്ച് വാചകത്തെ വീണ്ടും 4 ആക്കി തരംതിരിച്ചിരിക്കുന്നു. അത് സിമ്പിൾ സെൻറ്റൻസ്, ഒരു മെയിൻ ക്ലോസ്. കോമ്പൗണ്ട് സെൻറ്റൻസ് 2 അതിലധികമോ മെയിൻ ക്ലോസ്. കോംപ്ലക്സ് സെൻറ്റൻസ് ഒരു മെയിൻ ക്ലോസും 2 അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും. കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ 2 മെയിൻ ക്ലോസും 1 അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും. അപ്പോൾ ഇങ്ങനെയുള്ള വാചകങ്ങളാണ് സാധാരണ നമ്മൾ കാണുക. ഈ വാചകങ്ങൾ ആക്റ്റീവ് വോയിസിലോ പാസീവ് വോയിസിലോ ഉണ്ടാവും. ഈ ആക്റ്റീവ് വോയിസിലോ പാസീവ് വോയിസിലോ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ടെൻസ് പഠിച്ചിട്ടുണ്ട്, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പഠിച്ചിട്ടുണ്ട്. അതിലെ പ്രെഡിക്കേറ്റ് നല്ലപോലെ ഓർമ്മ, അതിലെ വെർബ് ഭാഗം ടെൻസിൽ ഏത് ക്രിയ വന്നാലാണ് വിളിക്കുക, പേര് വിളിക്കുക, ഏതിനെ നോക്കിയിട്ടാണ് പേര് വിളിക്കുക എന്നറിഞ്ഞാൽ
നിങ്ങൾക്ക് പ്രെഡിക്കേറ്റ് പാർട്ട് കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഞാൻ പ്രെഡിക്കേറ്റ് സബ്ജക്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വാചകത്തിലെ ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ കാര്യത്തെക്കുറിച്ചോ പറയും, അവരാണ് സബ്ജക്റ്റ്. അവരെ കുറിച്ച് പറയുന്ന കാര്യം അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം ചെയ്യുന്ന കാര്യമാണ് പ്രെഡിക്കേറ്റ്. പ്രെഡിക്കേറ്റിലെ പ്രധാന ഭാഗം ക്രിയയായിരിക്കും, ക്രിയാരൂപമാണ്. ചിലപ്പോൾ ക്രിയ എന്ന് പറഞ്ഞ പ്രവൃത്തിയാണ്, പക്ഷെ ചിലപ്പോൾ അവസ്ഥയുമായിരിക്കാം. അപ്പോൾ ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ എന്നുള്ള വാട്ട് ആർ യു, യു ആർ എ ടീച്ചർ അല്ലെങ്കിൽ ഐ ആം എ ടീച്ചർ. അപ്പോൾ അതെൻ്റെ അവസ്ഥയാണ്. അതേസമയം ഐ ആം ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവൃത്തി ടീച്ചിങ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് വെർബാണ് അവിടെ. ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇതാ നമുക്ക് വാചകങ്ങൾ വരാം. സെൻറ്റൻസ് പൊതുവെ 8 തരം. 1 അസർട്ടീവ് സാധാരണ വാചകം, ഇമ്പരേറ്റീവ് കൽപ്പനാജ്ഞ അപേക്ഷ, എക്സ്ക്ലമേറ്ററി ആശ്ചര്യവാചകം, ഇൻട്രോഗേറ്റീവ് ചോദ്യവാചകം. ചോദ്യവാചകത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആർ ഓഫ് 2 ടൈപ്സ്, വേവേഡ് ക്വസ്റ്റ്യൻ ആൻഡ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഞാൻ അത് നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അത് പദങ്ങളുടെ ക്രമവും സ്വഭാവവും അർത്ഥവും അനുസരിച്ചാണ് ആ 4 ഡിവിഷനിലുള്ളത്. ആ ക്ലാസിഫിക്കേഷൻ ഒരു വാചകത്തിലെ പദങ്ങളുടെ ക്രമവും സ്വഭാവവും അർത്ഥവും അനുസരിച്ച്. ഇപ്പോൾ ചോദ്യവാക്ക് വെച്ച് തുടങ്ങി സഹായക്രിയ സബ്ജക്റ്റിന് മുമ്പ് മറച്ചിട്ട് അവസാനിക്കുമ്പോൾ ചോദ്യാടകവും കണ്ട് അത് ചോദ്യവാചകമാവും. സഹായക്രിയ വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയും. 5ാമത്തെ സിമ്പിൾ സെൻറ്റൻസ്. സിമ്പിൾ സെൻറ്റൻസ് തൊട്ട് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വാചകത്തിൽ അടയ്ക്കുന്ന ക്ലോസുകളുടെ ഘടനയും സ്വഭാവവും അർത്ഥം അനുസരിച്ച് ക്ലോസുകളുടെ ഘടനയും സ്വഭാവവും അർത്ഥം അനുസരിച്ച് വാചകത്തെ 4ആക്കി തിരിച്ചിരിക്കുന്നു. ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള വാചകത്തിന് സിമ്പിൾ സെൻറ്റൻസ്, 2 മെയിൻ ക്ലോസ് ഉള്ള വാചകത്തിന് കോമ്പൗണ്ട് സെൻറ്റൻസ്, 1 മെയിൻ ക്ലോസും 1 അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ഉള്ള വാചകത്തിന് കോംപ്ലക്സ് സെൻറ്റൻസ്, 2 മെയിൻ ക്ലോസും 1 അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ഉള്ള വാചകത്തിന് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് എന്നും പറയും. ഈ വാചകങ്ങളിലെല്ലാം സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും ഉണ്ടായിരിക്കും. എക്സാമ്പിളുകൾ ഇതാ പറയുന്നു. ദ ബേർഡ് സിങ്സ്. ഇതില് സബ്ജക്റ്റ് ദ ബേർഡ് എന്നുള്ളതാണ്. സിങ്സ് എന്നുള്ളതാണ് പ്രെഡിക്കേറ്റ്. പ്രെഡിക്കേറ്റിലെ പ്രധാന വാക്ക് വെർബ് സിങ്സ് ആണ്. അപ്പൊ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ ബേർഡ് എന്നുള്ള സബ്ജക്റ്റ് പാർട്ട്, സിങ്സ് ഉള്ള പ്രെഡിക്കേറ്റ് പാർട്ട്. അപ്പൊ സബ്ജക്റ്റ് പാർട്ടാ പ്രെഡിക്കേറ്റ് പാർട്ടാ വലുതായത്? സബ്ജക്റ്റ് പാർട്ടാണ് ഇവിടെ കാണേണ്ടത്. പ്രെഡിക്കേറ്റ് പാർട്ടിൽ ഒരു ക്രിയ മാത്രമേ ഉള്ളൂ. ഈ പ്രെഡിക്കേറ്റ് പാർട്ടിനെ നമുക്ക് ഇഷ്ടം പോലെ വലുതാക്കാം, സബ്ജക്റ്റ് പാർട്ടിനെ നമുക്ക് ഇഷ്ടം പോലെ വലുതാക്കാം. 2ാമത്തെ വാചകത്തില് ദേ ആർ പ്ലേയിങ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട്. ദേ എന്നുള്ള സബ്ജക്റ്റ്, ആർ പ്ലേയിങ് എന്നുള്ള പ്രസന്റ് കണ്ടിന്യൂസ് ഉള്ള വെർബ്, അതിനോട് ചേർന്ന് പോകുന്ന പദങ്ങളെ മുഴുവൻ നമ്മൾ പ്രെഡിക്കേറ്റിൽ കൂട്ടും. അപ്പൊ ആർ പ്ലേയിങ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട് എന്നുള്ള പ്രെഡിക്കേറ്റ് പാർട്ട്, ദേ എന്നുള്ള സബ്ജക്റ്റ് പാർട്ട്. അപ്പൊ സബ്ജക്റ്റിൽ ഇപ്പോൾ ഒരു വാക്കേ ഉള്ളൂ, പ്രെഡിക്കേറ്റിൽ ഒരുപാട് വാക്കുകൾ വന്നു. 3ാമത്തെ എക്സാമ്പിള് ദ സിംഗിങ് ഓഫ് ദ ബേർഡ്സ്. പക്ഷികളുടെ പാടൽ. ഡിലൈറ്റ്സ് നമ്മളെ ആഹ്ലാദം കൊള്ളിക്കുന്നു. ഡിലൈറ്റ്സ് ഉള്ള വെർബ്. ഡിലൈറ്റ്സ് ബേർഡ്സ് കണ്ടിട്ട് എസ് ബഹുവചനം എന്നല്ലാതെ പക്ഷികളുടെ പാടൽ എന്നാണ്. അപ്പൊ അത് ഏകവചനാണ്, അതുകൊണ്ട് ഡിലൈറ്റ്സ് അസ് എന്ന് പറഞ്ഞു. ഡിലൈറ്റ്സ് ആഹ്ലാദം കൊള്ളിക്കുന്നു എന്നർത്ഥം. അപ്പൊ സബ്ജക്റ്റ് പാർട്ട് എത്രയാ നോക്കൂ, വളരെ വലുതായി. ദ സിംഗിങ് ഓഫ് ദ ബേർഡ്സ്, പക്ഷികളുടെ പാടൽ, അതാണ് സബ്ജക്റ്റ്. ഡിലൈറ്റ്സ് ഉള്ളതാണ് വെർബ്. അസ് ഉള്ളത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ വെർബിനെയും ഒബ്ജക്റ്റിനെയും കൂടി കൂട്ടി നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നു. 4ാമത്തെ വാചകം നേച്ചർ ഈസ് ദ ബെസ്റ്റ് ഫിസിഷ്യൻ. നേച്ചർ എന്നുള്ള സബ്ജക്റ്റ്, ഈസ് ദ ബെസ്റ്റ് ഫിസിഷ്യൻ എന്നുള്ളത് പ്രെഡിക്കേറ്റ്. അപ്പൊ വെർബ് ഈസ് ഇവിടെ ഒരു അവസ്ഥയാണ്. അവിടെ ഈസ് എന്നുള്ളത് ഒരു വെർബല്ല, ക്രിയയല്ല. അതേസമയം ക്രിയയുടെ സഹായക്രിയയാണ്, ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന ക്രിയയാണ്, പ്രവൃത്തിയല്ല അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നേച്ചർ എന്നുള്ള സബ്ജക്റ്റ് പാർട്ട്, ഈസ് ദ ബെസ്റ്റ് ഫിസിഷ്യൻ എന്നുള്ള പ്രെഡിക്കേറ്റ് പാർട്ട്. അടുത്തത് ബോറോഡ് ഗാർമെന്റ്സ്. ബോറോഡ് ഗാർമെന്റ്സ് എന്ന് പറഞ്ഞാൽ കടം വാങ്ങിയ വസ്ത്രങ്ങൾ എന്നാണ് അർത്ഥം. അപ്പൊ ബോറോഡ് എന്നുള്ള ക്രിയയല്ല, മനസ്സിലായി? ശരിക്കും പറഞ്ഞാൽ അതൊരു അഡ്ജക്റ്റീവാണ് അവിടെ. കാരണം ഗാർമെന്റ്സിനെ വിശേഷിപ്പിക്കുന്നത് കടം വാങ്ങിയ ഗാർമെന്റ്സ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയുള്ള അഡ്ജക്റ്റീവാണ് അവിടെ. ബോറോഡ് ഗാർമെന്റ്സ് ആണ് സബ്ജക്റ്റ്, കടം വാങ്ങിയ വസ്ത്രങ്ങൾ. നെവർ ഫിറ്റ് വെൽ, നന്നായി യോജിക്കില്ല. നമുക്ക് കടം വാങ്ങിയത് പലവരെയൊന്നും വാങ്ങിയിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റില്ലല്ലോ. അതാണ് ഒരിക്കലും ഫിറ്റ് ആവില്ല. ഫിറ്റ് ആവാണ്ട് അല്ലാതെ സൂട്ട് ആവില്ല എന്നർത്ഥം. അപ്പോൾ ഫിറ്റ് എന്നുള്ളതാണ് വെർബ്, നെവർ ഫിറ്റ്സ് വെൽ എന്നുള്ളതാണ് പ്രെഡിക്കേറ്റ്. അവസാനം 6ാമത്തെ വാചകം വി കനോട്ട് ഓപ്പൺ ദ ഗേറ്റ്. വി എന്നുള്ള സബ്ജക്റ്റ് പാർട്ട്, കനോട്ട് ഓപ്പൺ ദ ഗേറ്റ് എന്നുള്ള പ്രെഡിക്കേറ്റ് പാർട്ട്. അതിൽ കനോട്ട് എന്നുള്ളതാണ്
സിമ്പിൾ പ്രസന്റ് തന്നെ ജസ്റ്റ് ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഒരു ഭാഗമാണ്. പ്രസന്റബിലിറ്റിയാണ് ക്യാൻ കൊണ്ട് കാണിക്കുക. അപ്പോൾ അത് കനോട്ട് എന്നുള്ള അതിൻ്റെ വെർബ്, കനോട്ട് ഓപ്പൺ എന്നുള്ള വെർബ്, ദ ഗേറ്റ് എന്നുള്ള ഒബ്ജക്റ്റ് ആണ്, അതും കൂടി നമ്മൾ പ്രെഡിക്കേറ്റ്. അപ്പോൾ ഒബ്ജക്റ്റും വെർബും കൂടി നമ്മൾ പ്രെഡിക്കേറ്റിൽ കൂട്ടി പറയും. അടുത്തത് സം ഓഫ് ദ പേരൻസ് ഓഫ് ദ സ്റ്റുഡൻസ് കെയിം ഹിയർ. കെയിം എന്നുള്ളതാണ് വെർബ്, അതിനോടുകൂടി ഹിയർ എന്നുള്ള കൂട്ടി, അങ്ങനെ നമ്മൾ രണ്ടും കൂടി പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞു. കെയിം എന്നുള്ള സിമ്പിൾ പാസ്റ്റിലൊരു വെർബാണ്, പ്രെഡിക്കേറ്റ് ആണ്. അതിൻ്റെ സബ്ജക്റ്റ് നോക്കൂ, സം ഓഫ് ദ പേരൻസ് ഓഫ് ദ സ്റ്റുഡൻസ്. സം ഓഫ് ദ ചില രക്ഷിതാക്കൾ, കുട്ടികളുടെ ചില രക്ഷിതാക്കൾ ഇവിടെ വന്നു. സബ്ജക്റ്റ് പാർട്ട് ഏതാ? ശരിക്കും പറഞ്ഞാൽ അതിന് ഹെഡ് വേർഡ് ഉണ്ട്. ഈ സബ്ജക്റ്റിൽ എപ്പോഴും സബ്ജക്റ്റിൽ പ്രധാനമായിട്ടൊരു നാമമോ സർവനാമമോ ആയിരിക്കും. അപ്പോൾ പേരൻസ് കെയിം ഹിയറിനുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മുടെ കഴിവ് പ്രാപ്തി ഉണ്ടെങ്കിൽ അനുസരിച്ച് എത്ര മോഡിഫിക്കാം. കല്യാണം നമുക്ക് ഒരു മാലിയും താലിയോടെ അവസാനിപ്പിക്കാവുന്നുള്ളൂ, എത്ര വേണം അത് മോഡി പിടിപ്പിക്കാൻ ഒരു പണിയുമില്ല. അതുപോലെ പേരൻസ് കെയിം എന്നുള്ളതാണ് ഇത്. അതായത് പേരൻസ്, ഈ സം ഓഫ് ദ പേരൻസ് ഓഫ് ദ സ്റ്റുഡൻസ് ഉള്ള സബ്ജക്റ്റ് പാർട്ടിൽ, ഈ സബ്ജക്റ്റ് പാർട്ടിൽ ഹെഡ് വേർഡ് പേരൻസ് എന്നും സം ഓഫ് എന്നുള്ളത് മോഡിഫയറും ഓഫ് ദ സ്റ്റുഡൻസിൽ ക്വാളിഫയറുമാണ്. അപ്പോൾ ഒരു നൗൺ ഗ്രൂപ്പാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നുള്ളത്. നൗൺ ഗ്രൂപ്പ് MHQ ആണ്. MHQ എന്ന് പറഞ്ഞാൽ മോഡിഫയർ, ഹെഡ്, ക്വാളിഫയർ. നിങ്ങളിപ്പോൾ അതിപ്പോൾ അറിയാൻ പറ്റേ, അത് ഞാൻ പിന്നെ പഠിപ്പിച്ചു തരാം. ഇവിടെ സബ്ജക്റ്റ് പാർട്ട് സം ഓഫ് ദ പേരൻസ് ഓഫ് ദ സ്റ്റുഡൻസ് കെയിം ഹിയർ എന്നുള്ള പ്രെഡിക്കേറ്റ് പാർട്ട്, മറ്റേ സബ്ജക്റ്റ് പാർട്ട്. അപ്പോൾ ഒരു വാചകത്തിന് രണ്ട് പാർട്ട്, സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും. സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവണം. ഏത് വാചകം നിങ്ങൾ പാഠപുസ്തകത്തിൽ കണ്ടാലും അതിനെ മാറ്റി നിർത്തുക. ചെറിയ ചെറിയ വാചകങ്ങൾ ആദ്യം എടുക്കുക. നിങ്ങൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ക്ലോസ് അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ് ക്ലോസ് മാത്രമായിട്ട് വാചകം നിൽക്കില്ല. മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടെങ്കിൽ വാചകം. മെയിൻ ക്ലോസ് മിനിമം എ സെൻറ്റൻസ് ഷുഡ് അറ്റ്ലീസ്റ്റ് കണ്ടെയ്ൻ എ മെയിൻ ക്ലോസ്. ഒരു മെയിൻ ക്ലോസെങ്കിലും ഇല്ലാണ്ട് ഒരു വാചകമില്ല. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും. അത് ഒറ്റയ്ക്ക് നിന്നാൽ മെയിൻ ക്ലോസ്, ഒറ്റയ്ക്ക് നിൽക്കാത്ത ക്ലോസിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയും. അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഈ എക്സാമ്പിളുകൾ നിങ്ങൾ വീട്ടിൽ നല്ലപോലെ എഴുതി പഠിക്കുക. ഇതുപോലെ വേറെ വാചകങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും തിരിച്ചറിയുക. അങ്ങനെ ഇതുപോലെ വരച്ച് പഠിക്കുക. വളരെ ഉപകാരപ്രദം ഉണ്ടാവും. നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് പോകാൻ പറ്റും. ഞാൻ ഇപ്പോൾ സ്കൂൾ ലെവലിൽ നിന്ന് കുറച്ചും കൂടി +1 ലെവലിലേക്ക് പോയി തുടങ്ങി. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ +1 ലെവലിലേക്കുള്ളതാണ്. അതുപോലെ നമ്മൾ ടെൻസ് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ടെൻസ് പഠിപ്പിച്ചു, പാസീവ് പഠിപ്പിച്ച് ഇനി വാചകങ്ങളിലേക്ക് കിടക്കുക. വാചകങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് സാധാരണ പ്രെഡിക്കേറ്റും സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും അറിയാതെ പറ്റില്ല. കുട്ടികൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രെഡിക്കേറ്റ് ഈസ് വാട്ട് വി സേ അബൌട്ട് സബ്ജക്റ്റ്. വാട്ട് വി സേ അബൌട്ട് സബ്ജക്റ്റ് ഈസ് നോൺ ആസ് പ്രെഡിക്കേറ്റ്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രെഡിക്കേറ്റ് ചെയ്യാന്ന് പറയാന്നർത്ഥം, സേ എന്നർത്ഥം. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ പറയുക എന്നർത്ഥം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ ഈ ക്ലാസ് കേട്ടവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഈ ക്ലാസ്സുകൾ നിങ്ങൾ കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം, ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യണം, നല്ലപോലെ പഠിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.